ഇസ്രായേൽ ഹമാസ് വാർ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ ദിവസം കഴിയുമ്പോൾ അതിന് പ്രത്യേക തലങ്ങളിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഹമാസിൻ്റെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും വെടിനിർത്തണം, സീസ് ഫയർ ഉണ്ടാകണം, ഇസ്രായേൽ പിന്മാറണം, അവർ പൂർണ്ണമായിട്ടും ഹോസ്റ്റേജസിനെ കൊടുക്കാൻ തയ്യാറാണ്. എന്താണ് അവസാനത്തെ ഡെവലപ്മെൻറ്റ്? ഇസ്രായേലി ഫോഴ്സ് ലോകത്തോട് പറയുകയാണ്, അതായത് റാഫ, അത് അവസാനത്തെ സിറ്റിയും കൂടെ ഉള്ളവരിഞ്ഞ് പിടിക്കാൻ വേണ്ടി സദേൺ ഗാസയിൽ, അതായത് ഈജിപ്റ്റുമായിട്ട് ചേർന്ന് കിടക്കുന്ന ബോർഡറിൽ, ഈ നോർത്തേൺ ഗാസയിലും സദേൺ ഗാസയിലും ഹമാസ് പിടിച്ചെടുത്തുകൊണ്ട് വന്ന ഭാഗങ്ങൾ ഏകദേശം 11 ലക്ഷത്തിൽ പരം പാലസ്റ്റീൻകാർ അവിടെ താമസിക്കുന്നുണ്ട്. കാരണം അവർ റെഫ്യൂജിയായിട്ട് കയറി വന്നേക്കുകയാണ് ഇവർ വാറുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണ് പറയുന്നത് ഇസ്രായേൽ? അവിടെയാണ് യുണൈറ്റഡ് നേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഗാസയുമായിട്ട് ബന്ധപ്പെട്ട്. അതിൻ്റെ താഴെയാണ് ഹമാസിൻ്റെ നേതാക്കളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അണ്ടർഗ്രൗണ്ട് ടണലിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് യുണൈറ്റഡ് നേഷൻ്റെ സെക്രട്ടറി ജനറൽ രാജിവെക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു. കാരണം അവിടെ നിന്നാണ് ഈ ഭീകരപ്രവർത്തനം മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്ന യുണൈറ്റഡ് നേഷൻ്റെ ഫണ്ട്, മറ്റുള്ള രാജ്യങ്ങൾ കൊടുക്കുന്ന ഫണ്ട്, ആയുധങ്ങൾ, പരിപാടികൾ, കൊലകൾ, കൊലപാതകങ്ങൾ, റേപ്പ്, ഈ സംഭവങ്ങളൊക്കെ ഒക്ടോബർ 7 ബന്ധപ്പെട്ടതും ഈ കൊലപാതക പരമ്പര മുഴുവനും നടക്കുന്നത് ഇവിടെ വെച്ചായിരുന്നു ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ചുറ്റും അങ്ങ് വളഞ്ഞു. അപ്പോൾ ഈ യുദ്ധം അവിടുന്ന് മാറാൻ വേണ്ടിയാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഗെയിമും. അതിനോടനുബന്ധിച്ചാണ് ഖത്തറും ഈജിപ്തും മുൻകൈയെടുത്ത് ഒരു വെടിനിർത്തൽ കരാറുമായിട്ട് ഫ്രാൻസിൽ വെച്ച് ഡിസ്കഷൻ നടക്കുകയും അവസാനം ഇസ്രായേൽ അത് തള്ളിക്കളയുകയും അമേരിക്കൻ ഫോറിൻ സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സന്ദർശിക്കുകയും അദ്ദേഹത്തിന് തിരിച്ച് പറഞ്ഞയച്ചു. ഇസ്രായേൽ ഒരു കാരണവശാലും ഒരു കോംപ്രമൈസിന് തയ്യാറല്ല, ഹോസ്റ്റേജസുമായിട്ട് ഇത് വിലപേശാൻ പോലും ഒരു തയ്യാറല്ല. അവരെന്താ പറയുന്നത്? ഇത് പിടിച്ചെടുത്തില്ല എങ്കിൽ ഈ വാറിൽ ഇസ്രായേൽ തോക്കുന്നു എന്നുള്ള സ്ഥിതി ഉണ്ടാകും. അതായത് പൂർണ്ണമായിട്ടും പിടിച്ചിരിക്കും. ഒരു കാരണവശാലും ഇവിടം ഭരിക്കുവാൻ വേണ്ടി ഇനി ഹമാസിനെ കൊടുക്കുകയില്ല. ചില ഹമാസ് നേതാക്കന്മാർ അവിടുന്ന് രക്ഷപ്പെട്ട് ലെബനനിൽ പോകാൻ ശ്രമിച്ച അവരെ ഡ്രോണിൽ അറ്റാക്ക് ചെയ്ത് കൊല്ലുക. അതായത് അതിൻ്റെ കൺക്ലൂഡ് ചെയ്തൊരു ഒരു കാര്യം കൂടെ പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്തിനു വേണ്ടിയാണ് ഹമാസ് തുടങ്ങിയത്? ഒക്ടോബർ 7 ഇന്ന് ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി ഹമാസും പാലസ്റ്റീനുമായി മാറി. എന്താണ് അവസാനം ഹമാസ് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്? വീണ്ടും ഒരു 10,000 പേരും കൂടെ മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒക്ടോബർ 7 ബന്ധപ്പെട്ട് ഒക്ടോബർ 9 ഞാനൊരു വീഡിയോ ചെയ്തു. അന്ന് അതിൽ കറക്റ്റായിട്ട് പറഞ്ഞു ഏകദേശം 50,000 പേരോളം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്റ്റീൻകാർ കൊല്ലപ്പെടും. ഏകദേശം 28,000 പേരായി. ഈ റഫ എന്ന് പറഞ്ഞ നഗരം കൂടെ പിടിക്കുന്ന സമയത്ത് അത് 50,000 ക്രോസ് ചെയ്തു പോകും. വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പോൾ ഇറാനും ആണെങ്കിലും എങ്ങനെയെങ്കിലും ഇത് നിർത്തണം അടിയന്തരമായിട്ട്. ഈ സമയത്ത് ഖത്തറും ഈജിപ്തും കൂടെ ഇസ്രായേലിന് പ്രോമിസ് ചെയ്യുകയാണ്, ഇനി ഒരു കാരണവശാലും ഹമാസിൻ്റെയോ പാലസ്റ്റീൻ്റെ ഭാഗത്ത് ഒരു ആക്രമണവും ഇനി ഇസ്രായേലിൽ ഉണ്ടാകുകയില്ല, അവരതിന് ഉറപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേലിൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുകയാണ്, അവർക്ക് 1% പോലും അറബ് രാജ്യങ്ങൾ പറയുന്നതിൽ വിശ്വാസമില്ല. കാരണം ഇവർ ഒത്തുകൂടുമ്പം എപ്പോഴും പാലസ്റ്റീൻ്റെ കൂടെയും മുസ്ലിങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങളോട് സംസാരിക്കാൻ. മനസ്സിലാക്കുക, ഇസ്രായേൽ പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു നെഗോസിയേഷന് തയ്യാറല്ല. കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോഴാണ് കേരളത്തിലെ കുറച്ച് മീഡിയയും സാറ്റലൈറ്റ് ചാനലൊക്കെ പറയുന്നു ഹമാസ് വിജയിച്ചു. അപ്പോൾ ആരാ വിജയിച്ചത്? നിങ്ങൾ പറയാം. ഹമാസിൻ്റെ ഒരുപെട്ട കമാൻഡേഴ്സ് മുഴുവനും കൊല്ലപ്പെട്ടു.
ഹമാസിൻ്റെ ഖത്തറിലുള്ള ലീഡറിൻ്റെ മകൻ കൊല്ലപ്പെടുന്നു. 2 ദിവസം മുമ്പ് ഇറാൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്ററും കൂടെ ഈ പറയുന്ന ലെബനിലുള്ള ഹിസ്ബുള്ളയും ഹമാസുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ബെയ്റൂട്ടിൽ വരുന്നു. ഉണ്ടായ സംഭവമാണ്. ആദ്യം അവർ പെർമിഷൻ എടുക്കുന്നത് ഈജിപ്തിനോടും ജോർദാനോടും ചോദിച്ചിട്ട് ഇസ്രായേലിൻ്റെ പെർമിഷൻ എടുക്കുകയാണ്. അദ്ദേഹം അവിടെ വരികയാണ്. ഒരു 4 മണിക്കൂർ നേരത്തേക്ക് ഫയർ ചെയ്യരുത്. കാരണം അവർക്കറിയാം ആരെവിടെ വന്നാലും ഇവർ ഫയർ ചെയ്ത് കൊല്ലുകയാണ്. അതായത് ഇറാനിയൻ മന്ത്രി വരുന്ന സമയത്ത് ഫയറിങ് നടത്തരുത്. അവർക്കും ഭയമായി. ആരാണ് തുടക്കം കുറിച്ചത്? അന്ന് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് പറഞ്ഞു. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ ഫോഴ്സാണ്. അവർ വളരെ വെൽ പ്ലാൻഡ് എക്വിപ്ഡായിട്ട് അറ്റാക്ക് ചെയ്യുകയുള്ളൂ. അവരുടെ മേളിൽ കയറി അറ്റാക്ക് ചെയ്യാൻ ഈ പറയുന്ന പോലെ വളരെ സിമ്പിളല്ല. അത് ഇറാനെ കൊണ്ടും ഹൂത്തികളെ കൊണ്ടും ഹമാസിനെ കൊണ്ടും ഹിസ്ബുള്ളെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. ഈജിപ്ഷ്യൻ മന്ത്രി പറഞ്ഞു, ഈജിപ്റ്റ് ഗവൺമെൻറ്റിനോട് പറഞ്ഞു, നമുക്ക് ഈജിപ്തിന് ഈ വെടിനിർത്തലുമായിട്ട് ഇവർ യോജിച്ചു പോകുന്നത് ഇസ്രായേലുമായിട്ട് തെറ്റിപ്പോകാം. എന്താണ് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞത്? അങ്ങനെ ഒരു സംഭവത്തെപ്പറ്റി ഉദ്ദേശിക്കുന്നേ ഇല്ല. കാരണം ഇസ്രായേലുമായിട്ട് ഉടക്കിപ്പോകുവാൻ ഈജിപ്തിന് താല്പര്യമില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞത്. വളരെ പവർഫുൾ നേഷനാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതാണ് ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അതിൻ്റെ ഓർഡർ വന്നു. ഇസ്രായേലിന് പുല്ല് വിലയല്ലേ കൊടുത്ത്. ഇൻട്രീം ഓർഡർ ഇസ്രായേലിനെതിരെയാണ് പറഞ്ഞത്. അമേരിക്കൻ എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഒന്നും നടന്നില്ല, തിരിച്ചുപോയി. കാരണം ഇസ്രായേൽ തയ്യാറല്ല. ഫ്രാൻസ് പറഞ്ഞിട്ടും തയ്യാറല്ല, യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിട്ടും തയ്യാറല്ല, സൗദി അറേബ്യ മറ്റ് അറബ് രാജ്യങ്ങൾ പറഞ്ഞ പുല്ല് വിലയാണ് കൊടുക്കുന്നത്, തള്ളിക്കളഞ്ഞു. ഒരു കാരണവശാലും ഹമാസിനെ അവരിനി അവിടെ ഉണ്ടാകുവാൻ സമ്മതിക്കില്ല. ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ അവർ പറയുവാണല്ലോ, ഏത് സമയം ഞങ്ങൾ അറ്റാക്ക് ചെയ്യും, ലെബനനിലോട്ട് കയറും. ഇപ്പം ലെബനൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം അവരുടെ അറ്റാക്ക് ചെയ്യാൻ വരും ഇസ്രായേൽ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവർ എങ്ങനെങ്കിലും ഒരു കോംപ്രമൈസ് വെടിനിർത്തലിന് വേണ്ടി ശ്രമിക്കുന്നത്. അൾട്ടിമേറ്റായിട്ട് തുടക്കം കുറിച്ചത് ഹമാസ്, ഏറ്റവും കാഷ്വാലിറ്റി ആയത് അറബ് രാജ്യങ്ങൾ. ഇസ്രായേലും ഡോമിനേറ്റ് ചെയ്യുകയാണ് വാറിൽ. കാരണം അവർ മുകളും താഴെയും പോലും നോക്കുന്നില്ല. അവസാനം അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞ കാര്യം എന്താണ്? ബെഞ്ചമിൻ നെതന്യാഹു ഈ പറയുന്നവർക്ക് സേഫ് പാസേജ്, റഫായിൽ നിന്ന് സേഫ് പാസേജ് നോർത്തേൺ ഗാസയിലോട്ട് പോകാൻ ഒരുക്കി കൊടുക്കാം, പക്ഷേ അറ്റാക്ക് ചെയ്യും, അത് പിടിച്ചെടുക്കും. ഒരിക്കലും ഹമാസിനെ വെച്ചുകൊണ്ടിരിക്കുകയില്ല. ഏതാണ്ട് ദിവസങ്ങൾ കൂടി മതി ഹമാസ് ഗാസയിൽ നിന്നും തീരാൻ പോകുന്നു. ഇപ്പോൾ ഇസ്രായേലിന് വ്യക്തമായ ധാരണയായി ഈ പറയുന്ന ഹോസ്റ്റേജസിനെ എവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുവായിരുന്നു ഹമാസിൻ്റെ ധാരണ? ഒക്ടോബർ 7 കൂടി അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇസ്രായേലി ഫോഴ്സ് ഇത്ര ഡെൻസിറ്റി ആയിട്ടുള്ള നോർത്തേൺ ഗാസയിൽ നിന്നും അത് പിടിച്ചെടുത്തിട്ട് ഗാസ സിറ്റി പിടിച്ചെടുത്ത ശേഷം അവർ സദേൺ ഗാസ പിടിച്ചെടുക്കുമെന്നും ഈ റാഫയിലോട്ട് കയറുന്നു അവരുടെ ജീവിതത്തിൽ പോലും അവർ ധരിച്ചില്ല. കാരണം ഇൻ്റർനാഷണൽ പ്രഷർ ഉണ്ടാകും, ഇതേപോലെ ആളുകൾ മരിക്കും, വലിയ പ്രഷറാകും, ഇസ്രായേൽ പിന്മാറും. ഇതൊന്നുമല്ല സംഭവിച്ചു. അവരെ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറം കയറി സംഭവിച്ചു. കംപ്ലീറ്റ് ഗാസ പോകുന്നു, ഹമാസിനെ ഇല്ലാതാക്കുന്നു. ഹമാസിൻ്റെ നേതാക്കന്മാരിപ്പം ബെയ്റൂട്ടിൽ പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും അവനെ പുറകിലിട്ട് കൊല്ലുക. അതായത് മനസ്സിലാക്കുക, IS പോലെ ഒരു സുപ്രഭാതത്തിൽ ഹമാസ് ഇല്ലാതാകുന്നു. അൽ-ഖൈദ പോലെ ഒരു സുപ്രഭാതത്തിൽ വളരെ കുറച്ച് ദിവസം കൂടെ മതി ഹമാസ് ഇല്ലാതാകുന്നു. പിന്നെ ഹമാസ് എന്ന് പറഞ്ഞ ഒരു ജിഹാദി ഓർഗനൈസേഷൻ ഇല്ലാതാകുന്നത് ഈ ലോകത്തിൻ്റെ നല്ല കാര്യം കൂടിയാണ്. ഇപ്പം ആരുടെയും ത്രട്ടില്ല, ഹൂത്തികളുടെ ത്രട്ടില്ല, കംപ്ലീറ്റ് ത്രട്ട്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോക്കറ്റ് വിട്ട് ഇപ്പോൾ റോക്കറ്റ് 4-5 ദിവസം കൊണ്ട് റോക്കറ്റ് വരുന്നില്ല. കയറി ഒന്ന് മേഞ്ഞതേ ഉള്ളൂ അമേരിക്ക ബ്രിട്ടീഷ് എയർക്രാഫ്റ്റുകൾ. സിറിയയിലും അതേപോലെ ലെബനിലും ഇറാഖിലും ഈ പറയുന്ന മിലീഷ്യ ഗ്രൂപ്പിൻ്റെ മേളിൽ ലിറ്ററലി 80 ടാർഗറ്റാണ് ചെയ്തത്.
അവർ നിശബ്ദമായിപ്പോയി. ഇത്രയേ ഉള്ളൂ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെ പൊക്കിപ്പിടിച്ചാണ് ചിലർ കേരളത്തിലെ മീഡിയ ഇത് ഭയങ്കര സംഭവമാണെന്നു, ഇവർ ജയിക്കാൻ പോകുന്നു, മലേഷ്യ ജയിക്കാൻ പോകുന്നു. എവിടെ പോയി ഹിസ്ബുള്ളയുടെ ഒരു നേതാവ് എന്തെങ്കിലും പറയുന്നുണ്ടോ? അനക്കം കംപ്ലീറ്റ് ഇല്ലാതായി. ഇത്രയേ ഉള്ളൂ സംഭവം. അതാണ് പ്രൊഫഷണൽ ഫോഴ്സും തീവ്രവാദികളും തമ്മിലുള്ള ബന്ധപ്പെട്ട് കഴിഞ്ഞുള്ള ഇഷ്യൂ. ഹമാസ് പൂർണ്ണമായിട്ട് സീറോ ആയിട്ട് പോയി. ഇനി അതിനുശേഷം എന്താ ഉണ്ടാകുന്നത്? ഇപ്പം ഈ വാർ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ സമ്മതിക്കുമോ ഹമാസിന് ഏതെങ്കിലും രീതിയിൽ അറബ് രാജ്യങ്ങൾ സഹായം കൊടുക്കാൻ വേണ്ടി? കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഇസ്രായേൽ കയറി ബോംബ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ ആദ്യം മുതൽ പറയുന്ന അവസാനം ഇറാന് ഫയർ ചെയ്തുകൊണ്ടായിരിക്കും ഈ വാർ നിർത്തുന്നത്. ഇസ്രായേൽ സമ്മതിച്ചില്ല റാഫേലെ വാർ നിർത്താൻ. അമേരിക്ക പറഞ്ഞിട്ടും മറ്റുള്ള രാജ്യങ്ങൾ പറഞ്ഞിട്ടും ഇതേപോലെ ആയിരിക്കും. ഇസ്രായേൽ ഇറാനെ കയറി അറ്റാക്ക് ചെയ്യും. അമേരിക്ക പറഞ്ഞാൽ പോലും കേൾക്കില്ല. അതാണ് ഹിസ്ബുള്ളെ കയറി അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അമേരിക്ക പറഞ്ഞാൽ പോലും കേൾക്കില്ല. അതാണ് വാറിൻ്റെ മറ്റൊരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഇസ്രായേൽ ഡോമിനേറ്റ് ചെയ്തു. അവരെ നിശബ്ദമാക്കി കളഞ്ഞു. എല്ലാവരെയും അവരുടെ ലീഡേഴ്സിനെ കൊന്നു കളഞ്ഞു. മുമ്പോട്ടുള്ള അവരുടെ സ്ട്രാറ്റജിക് ആംഗിൾ മുഴുവനും തകർത്ത് കളഞ്ഞു. അവരുടെ ടണലിനകത്ത് ബോംബുകളും മറ്റുള്ള സാധനങ്ങളും ലെബനിലോട്ട് മാറ്റാൻ ശ്രമിച്ചു. അവിടെയും ബോംബിട്ട് നശിപ്പിച്ചു. ആർക്കാണ് അൾട്ടിമേറ്റായിട്ട് ലോസായത്? അറേബ്യൻ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹമാസിനും പാലസ്തീൻ ജനതയ്ക്കും. അതായത് ഇതിൻ്റെ അടുത്ത് 100 വർഷം പോലും കൂടെ ചിന്തിക്കേണ്ട പാലസ്തീൻകാർക്ക് സ്വന്തമായ ഒരു രാജ്യമുണ്ടാകും. ആ രീതിയിലാക്കി കൊടുത്ത് ഒക്ടോബർ 7 കൂടി ഹമാസ് എന്ന് പറഞ്ഞ ഭീകര സംഘടന ഏറ്റവും പൊട്ടന്മാരായിട്ട്